ദേ ഇങ്ങോട്ട് നോക്കിക്കേ. നമ്മൾ ഫാമിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നപ്പം ഇവരെല്ലാവരും ഇത്തിരി കുഞ്ഞന്മാരായിരുന്നു. ഇപ്പം ഇവരെല്ലാവരും വളർന്ന് വലുതായി സുന്ദര കുട്ടപ്പന്മാരായിട്ടുണ്ട് അല്ലേ? കാണുമ്പം തന്നെ മനസ്സിലാവുന്നില്ലേ? കോഴികളൊക്കെ അത്യാവശ്യം വലിപ്പം വെച്ചിട്ടുണ്ട്, വാല് ചിറക് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഇന്നേക്ക് 28 ദിവസം പൂർത്തിയായിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് അവസാന വാക്സിനായ IBD വാക്സിനാണ് നമ്മളിന്ന് കൊടുക്കാൻ പോകുന്നത്. കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും വാക്സിൻ വളരെ പ്രധാനമാണ്. പക്ഷെ ചില ആളുകളെ വാക്സിൻ കൊടുക്കില്ല. അവർ ചോദിക്കും, എന്തിനാ ഈ വാക്സിനൊക്കെ കൊടുക്കുന്നത്? പണ്ടുള്ള ആളുകൾ വാക്സിനൊക്കെ കൊടുത്തിട്ടാണോ കോഴീനെ വളർത്തിയെന്നുള്ളത്? പക്ഷേ പണ്ടത്തെ കാലമല്ല ഇന്നത്തെ കാലം. ഇന്ന് ഒരുപാട് കാര്യങ്ങളിൽ മാറ്റം വന്ന് അല്ലേ? അപ്പം നിങ്ങൾ കോഴീനെ വളർത്താൻ ആഗ്രഹിക്കുന്നവരാണ്, മുന്നോട്ടും ഇത് തുടർന്നുകൊണ്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വാക്സിൻ കൊടുക്കുക. പക്ഷേ ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല കേട്ടോ. നിങ്ങൾ വാക്സിൻ കൊടുത്താൽ അതിൻ്റെ ഗുണം നിങ്ങൾക്ക് തന്നെയാണ്. പിന്നെ കോഴിക്കോടുള്ളവരോടാണ്, നിങ്ങൾ കോഴീനെ വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നേരെ വിട്ടോ കോഴിക്കോടുള്ള ഗവൺമെൻറ് പോൾട്രി ഫാമിലേക്ക്. അവിടെ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഉള്ള കോഴിക്കുഞ്ഞുങ്ങളെ വളരെ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്നതാണ്. അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കോഴീനെ വളർത്താൻ ആഗ്രഹിക്കുന്നവർ ആ വീഡിയോ തീർച്ചയായിട്ടും പോയി കാണുക. നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. അതിൽ ബുക്കിംഗ് നമ്പറും മറ്റു കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. കോഴി മാത്രമല്ല, അവിടെ കാടയും കിട്ടുന്നതാണ്. അപ്പോൾ ആവശ്യമുള്ളവർ ഫാമിലേക്ക് വിളിച്ചിട്ട് ബുക്ക് ചെയ്യുക. ബുക്കിംഗ് ചെയ്യണം, ബുക്കിംഗ് നിർബന്ധമാണ്. ഇനി നിങ്ങൾക്ക് ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ അവിടെ നേരിട്ട് പോയിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം അവിടുന്ന് എടുത്ത കോഴിക്കുഞ്ഞുങ്ങളാണ് ഇട്ടത്. 50 ഗ്രാമശ്രീ പൂവൻകുട്ടികളെയാണ് ഞാൻ എടുത്തത്. അപ്പം നിങ്ങൾ പോയി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങി നോക്കുക, പ്രത്യേകിച്ച് വീട്ടമ്മമാർ. പിന്നെ എനിക്കൊരു കാര്യം കൂടി നിങ്ങളോട് ചോദിക്കാനുണ്ട്. ഞാനിപ്പോൾ കൂടുതലായിട്ടും കോഴി വളർത്തലായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണല്ലോ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ചെയ്യുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരമോ അല്ലെങ്കിൽ അറിവുകളോ കിട്ടുന്നുണ്ടോ? ഇത് കണ്ടിട്ട് ആരെങ്കിലും കോഴി വളർത്തൽ തുടങ്ങിയോ? ഒന്ന് കമൻറ്റിൽ പറയണേ. ഞാൻ എൻ്റെ കോഴികൾക്ക് കൊടുക്കുന്ന ഭക്ഷണവും മരുന്നും വാക്സിനുകളും ഞാൻ എൻ്റെ കോഴികളെ എങ്ങനെയാണ് വളർത്തുന്നത്, ഇതൊക്കെയാണ് ഞാൻ കൂടുതലായിട്ടും വീഡിയോ ചെയ്യുന്നത്. അതായത് എൻ്റെ കാര്യങ്ങളാണ് ഞാൻ കൂടുതലായിട്ടും ചെയ്യുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോ ഇഷ്ടമാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ പറയാം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് ചോദിക്കാവുന്നതാണ്. എനിക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറഞ്ഞു തരുന്നതാണ്. അതുപോലെ ഞാൻ പറയുന്ന കാര്യങ്ങൾ എവിടെയെങ്കിലും തെറ്റോ അറിവില്ലായ്മ കൊണ്ട് വന്ന മിസ്റ്റേക്കുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സ്നേഹത്തോടെ ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ലാസ്റ്റ് വാക്സിനായ IBD കൊടുക്കുകയാണേ. ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു വാക്സിന് ആ ഒരു വാട്ടറായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് മിക്സ് ചെയ്തിട്ട് നിങ്ങൾ ഫ്രിഡ്ജിലൊന്നും വെക്കാതിരിക്കുക. വാങ്ങിക്കൊണ്ട് വരുന്ന സമയത്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. പക്ഷേ കോഴികൾക്ക് എപ്പോഴാണോ നമ്മൾ കൊടുക്കുന്നത്, മെഡിസിൻ കൊടുക്കുന്നത്, ആ ഒരു സമയത്താണ് ഇത് പുറത്തെടുക്കേണ്ടതും. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കോഴികൾക്ക് കണ്ണിൽ അല്ലെങ്കിൽ മൂക്കിൽ കേട്ടോ. കണ്ണിലും മൂക്കിലും ഒരുമിച്ച് കൊടുക്കരുത്. കണ്ണിൽ മാത്രം കൊടുക്കുക, അല്ലെങ്കിൽ മൂക്കിൽ. നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അങ്ങനെ കൊടുക്കാം. പിന്നെ ചില ആളുകൾ വെള്ളത്തിലൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനങ്ങനെ കൊടുക്കാറില്ല. കാരണം എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരുപോലെ കിട്ടണമെന്നില്ലല്ലോ. അപ്പോൾ കണ്ണിലോ മൂക്കിലോ നേരിട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കറക്റ്റ് ആ ഒരു മെഡിസിൻ കിട്ടും. അതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. ഇന്നിപ്പോൾ ഞാൻ ബോക്സിലേക്കൊന്നും കോഴിക്കുഞ്ഞുങ്ങളെ എടുത്തിടുന്നില്ല. ഞാൻ മുന്നേ ഒക്കെ ബോക്സിൽ എടുത്തിട്ട് കാണിച്ചു തന്നിരുന്നല്ലോ. അത് മാത്രമല്ല, ബോക്സിലെടുത്തിട്ടാൽ ഇവർ പറന്ന് പോയിക്കാളൂ കേട്ടോ. കോഴികൾ അത്യാവശ്യം വലിപ്പവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിപ്പം 50 പൂവൻ കോഴിക്കുഞ്ഞുങ്ങളാണ്. ഇനിയിപ്പോൾ വലുതായി വന്നാൽ അറിയാം ഇതിൽ എത്ര പെടകളുണ്ട് എന്നുള്ളത്. എന്തായാലും 4-5 പെടകൾ കാണാൻ സാധ്യതയുണ്ട്. കണ്ടിട്ട് എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പം എന്താണെന്ന് അറിയില്ല. ഇവരത്യാവശ്യം വലിപ്പം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂടൊന്ന് മാറ്റണം. നേരെ താഴത്തെ കൂട് ഞാൻ ക്ലീൻ ചെയ്തൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരെ മരുന്ന് കൊടുത്തിട്ട് നമ്മൾ ആ കൂട്ടിലേക്ക് മാറ്റുകയാണ്. ഇനി മുതൽ നമുക്ക് ലൈറ്റോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. പതിവ് പോലെ ഇന്ന് എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത് മക്കളാണ്. അപ്പോൾ എല്ലാവരും നന്ദുവിനും സിദ്ധുട്ടനും ഓരോ ഹായ് പറയണേ. അവർ വീഡിയോ എടുത്ത് തരുന്നത് കൊണ്ടാണ് എനിക്കിങ്ങനെ വീഡിയോ കറക്റ്റിൽ ഇടാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ സ്കൂൾ തുറന്നാൽ നമ്മുടെ പരിപാടികളൊക്കെ അവിടെ നിൽക്കും. അതുകൊണ്ട് ഞാനൊരു സ്റ്റാൻഡിന് ബുക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റാൻഡ് വന്നിട്ട് എടുത്ത് നോക്കണം. പക്ഷേ എന്നാലും സ്റ്റാൻഡിൽ വീഡിയോ എടുക്കാൻ എനിക്ക് അത്ര വലിയ താല്പര്യമില്ല കേട്ടോ. നന്ദു എനിക്ക് വീഡിയോ എടുത്ത്, എന്താണെന്നറിയില്ല, നന്ദു ഇങ്ങനെ വീഡിയോ എടുത്ത് തന്ന് ഞാൻ അതിന് അഡിക്റ്റായിപ്പോയി. എൻ്റെ അടുത്തൊരു കുഞ്ഞ് സ്റ്റാൻഡുണ്ട്. അത് വെച്ച് ഞാൻ കുറച്ചൊക്കെ എടുക്കും. എന്നാലും ഞാൻ നന്ദുവിനെ വിളിച്ചെടുപ്പിക്കും. എനിക്ക് അവനെടുത്ത് തന്നാലേ ആ ഒരു തൃപ്തി ഇങ്ങോട്ട് കിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് പുതിയ സ്റ്റാൻഡ് വന്നാലും എന്താ അവസ്ഥ എന്നൊന്നും അറിയില്ല. എന്നാലും ഞാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അമ്മയെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം.
അപ്പോൾ അതാ കുഞ്ഞുങ്ങൾക്കൊക്കെ ഞാൻ വാക്സിനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവരെ കൂട് ക്ലീൻ ചെയ്ത കൂട്ടിലേക്ക് മാറ്റുന്നുണ്ട്. ഇവരിപ്പോൾ വലുതായത് കൊണ്ട് നമുക്കങ്ങനെ ഒരുപാട് പിടിച്ചാലൊന്നും കിട്ടില്ല കേട്ടോ അവരെ. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ഓഫ് ചെയ്യും. ലൈറ്റ് ഓഫ് ചെയ്താൽ നമുക്ക് വേഗം വേഗം അവരെ പിടിക്കാം കേട്ടോ. പിന്നെ നന്ദു സിതുട്ടൻ എനിക്ക് ടോർച്ച് അടിച്ച് തരും. അങ്ങനെ ആ ഒരു ടോർച്ചിൻ്റെ വെട്ടത്തിലാണ് ഞാൻ ഇവർക്ക് വാക്സിനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഒരു 10-100 കോഴീനെയൊക്കെ വളർത്തുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ കഴിയുന്നതും വാക്സിൻ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അനുഭവങ്ങൾ വരുമ്പോഴാണല്ലോ നമ്മൾ ഓരോ കാര്യങ്ങളും പഠിക്കുക അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഒരുപാട് എനിക്ക് കോഴികളെക്കുറിച്ച് ഒരുപാട് അറിയാം, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട് അങ്ങനെയല്ല. ഇപ്പോഴും എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഇവർക്ക് ഒരുപാട് സപ്ലിമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട്. ഞാനങ്ങനെ എല്ലാം കൊടുക്കാറില്ല. ഞാനാകെ ഗ്രോവി പ്ലസ് മാത്രമേ കൊടുക്കാറുള്ളൂ. കോഴികളെ വളർത്തുന്ന വലിയ വലിയ ഫാമുകളിലൊക്കെ കോഴികൾക്ക് വേണ്ട വാക്സിന് അതുപോലെ സപ്ലിമെൻറ്റ്സ് ഒക്കെ അവർ നൽകാറുണ്ട്. അതൊക്കെ അവർ കറക്റ്റായിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അത് മറ്റൊന്നും കൊണ്ടല്ല, ഒരു കോഴിക്ക് ഒരസുഖം വന്നാൽ അത് മറ്റ് കോഴികളിലേക്ക് സ്പ്രെഡ് ആവും. അങ്ങനെ ആയിരക്കണക്കിന് കോഴികളുണ്ടാവും അവരുടെ ഫാമിൽ. അപ്പം എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് വലിയൊരു നഷ്ടമായിരിക്കും. പിന്നെയും എനിക്ക് തോന്നുന്നത് മടി കാണിക്കുന്നത് ഈ വീടുകളിലൊക്കെ വളർത്തുന്നുണ്ടല്ലോ, ഒരു 100 കോഴി അല്ലെങ്കിൽ ഒരു 150 കോഴീനെയൊക്കെ വളർത്തുന്ന ആളുകൾക്കാണ് പിന്നെയും ഈ ഒരു വാക്സിൻ കൊടുക്കാൻ മടി. പക്ഷേ ഞാൻ പറയട്ടെ, നമ്മൾ തീറ്റ അവർക്ക് വേണ്ടി നമ്മൾ തീറ്റ വാങ്ങുന്നില്ലേ, അരി വാങ്ങുന്നുണ്ട്, ഗോതമ്പ് വാങ്ങുന്നുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കോഴികൾക്ക് വേണ്ടി വാങ്ങുന്നുണ്ട്. കോഴീനെ വളർത്താൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്, നിങ്ങൾക്കത് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകണം, അതിൽ നിന്ന് നല്ലൊരു വരുമാനം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ കോഴികൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്യണം. അതിന് വാക്സിൻ ആയിക്കോട്ടെ, മെഡിസിൻ ആയിക്കോട്ടെ, സപ്ലിമെൻറ്റ്സ് ആയിക്കോട്ടെ, ഫുഡ് ആയിക്കോട്ടെ, എന്ത് തന്നെയായാലും അതെല്ലാം കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾ സക്സസ് ആവും. എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് എല്ലാവരും ഒരു 5 കോഴീനെങ്കിലും വീട്ടിൽ വളർത്തണം എന്നാണ്. അതുകൊണ്ട് 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള മുട്ട കിട്ടും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വീട്ടിലെ ഫുഡ് വേസ്റ്റ് ആയാൽ നമ്മൾ കുപ്പയിലേക്ക് വലിച്ചെറിയും. അത് ഒരു വിഷമമുള്ള കാര്യമാണ്. അപ്പം ഇത് വേസ്റ്റ് ആയാൽ നമുക്ക് കോഴികൾക്ക് കൊടുക്കാം. അങ്ങനെ ഒരു കാര്യമുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കോഴീനെ വളർത്താൻ കൊടുക്കാനാണ്. പക്ഷേ അധികം ആളുകളും ഇവിടെ വന്ന് വാങ്ങുന്നത് മറ്റാവശ്യങ്ങൾക്കാണ്. അപ്പം നമുക്ക് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ കടമ. അതുകൊണ്ട് എനിക്ക് കൊടുത്തേ പറ്റുള്ളൂ. നിങ്ങൾക്ക് വളർത്താൻ മാത്രമേ ഞാൻ തരുമെന്ന് പറഞ്ഞാൽ എൻ്റെ ആ കച്ചവടം അന്ന് പൂട്ടിക്കെട്ടും. അതുകൊണ്ട് എനിക്ക് കൊടുക്കുക എന്നല്ലാതെ വേറെ നിവൃത്തിയോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കോഴികളെ വളർത്താൻ കൊടുക്കാനാണ്. അതിനെയാണ് ഞാൻ കൂടുതലും പ്രോത്സാഹിപ്പിക്കാറ്. എനിക്കറിയുന്ന ഏകദേശം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ട് ഞാൻ കുറേ കോഴിയുടെ വീഡിയോ ചെയ്തു. ഇനി മുന്നോട്ട് എന്ത് വീഡിയോ ചെയ്യേണ്ടതെന്നുള്ള എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. അപ്പം നിങ്ങൾ കമൻറ്റിൽ പറയാം, നിങ്ങൾക്ക് എങ്ങനെയുള്ള വീഡിയോകളാണ് വേണ്ടതെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റിൽ പറയാം. ഞാൻ മുന്നേ പറഞ്ഞല്ലോ, എൻ്റെ കോഴിയുടെ കാര്യങ്ങളാണ് ഞാൻ വീഡിയോ ചെയ്തത്. പ്ലസ് അതിലൊരു വീഡിയോ എക്സ്ട്രാ വന്നത് നമ്മുടെ ബിന്ദു ചേച്ചിയുടെ കോഴിയുടെ വീഡിയോ ആണ്. അപ്പം അതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ, വേറെ ആളുകൾ ഫാമുകളൊക്കെ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, അതും നിങ്ങൾ കമൻറ്റിൽ പറയാം. ഞാൻ അന്വേഷിക്കുന്നുണ്ട്, വേറെ എവിടെ അടുത്തെവിടെയെങ്കിലും ആരെങ്കിലും കോഴീനെയൊക്കെ താറാവിനെയൊക്കെ വളർത്തുന്നുണ്ടോ എന്നുള്ളത് അന്വേഷിക്കുന്നുണ്ട്. ഇനി നിങ്ങളെ ഫാമും ഇതുപോലെ വീഡിയോയിൽ വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റിൽ പറയാം. കോഴിക്കോടുള്ളവരോട് കേട്ടോ. എൻ്റെ സ്ഥലം കോഴിക്കോടാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ പുറത്തേക്കുള്ള ആളുകളൊന്നും പറയരുത്. അപ്പം നിങ്ങളൊന്ന് കമൻറ്റിൽ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ പറയാം. ഓക്കെ, ബൈ.